195 പേരാണ് മുംബൈയിൽ അന്ന് കൊല്ലപ്പെട്ടത്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ ലഷ്കർ ഇ തൈബയുടെ 10 ഭീകരന്മാർ കടന്നു വന്ന് ആക്രമിച്ചതും ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം നിശ്ചലാവസ്ഥയിൽ എത്തിയതും. പക്ഷെ അവർക്ക് തലപൊക്കാൻ കഴിയാത്തത് നരേന്ദ്രമോദി എന്നൊരു പ്രധാനമന്ത്രി ഇന്ദ്രപ്രസ്ഥത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ ലോകം മുഴുവൻ അശാന്തി നിറഞ്ഞിരിക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോഴും പശ്ചിമേഷ്യയിൽ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിച്ചില്ല. യുക്രൈൻ വാർ, റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം 3 വർഷത്തിലധികമായി അത് നീണ്ടു പോകുന്നു. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഉള്ള സംഘർഷം അനുദിനം വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള തർക്കവും വിദ്വേഷവും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ ഭാരതത്തിലെ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ. സത്യത്തിന് നമ്മൾ സുഖമായി ഉറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സുഖമായി ഉറങ്ങുന്നത്? ഇതൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. നമ്മൾ സുഖമായി ഉറങ്ങുന്നതിന് 2 കാരണങ്ങളാണുള്ളത്. ആദ്യത്തെ കാരണം, ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ കസേരയിൽ നരേന്ദ്രമോദി ഉണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഇന്ത്യൻ സൈന്യം നമ്മുടെ അതിർത്തിയിൽ സദാ ജാഗരൂകരായി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ദ്രപ്രസ്ഥത്തിലെ സമ്മർദ്ദമൊന്നുമില്ലാതെ അവർക്ക് കൃത്യമായി നടപടി സ്വീകരിക്കുവാനും ആക്ഷൻ നടത്തുവാനുള്ള എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായൊരു ചോദ്യം വരാം, ഇന്നലെ വരെ നമ്മൾ സുഖമായിട്ടല്ലേ ഉറങ്ങിയത്? എൻ്റെ ഉത്തരം അല്ല എന്ന് തന്നെയാണ്. വളരെ ആകസ്മികമായിട്ടാണ് 2006 നവംബർ 26-ാം തീയതി ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ ലഷ്കർ ഇ തൈബയുടെ 10 ഭീകരന്മാർ കടന്നു വന്ന് ആക്രമിച്ചതും ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം നിശ്ചലാവസ്ഥയിൽ എത്തിയതും. സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലെ ഛത്രപതി ശിവജി ടെർമിനൽ, അവിടെ ട്രെയിൻ കാത്തുനിന്ന യാത്രക്കാരെ നിഷ്കരണം വെടിവെച്ചു കൊന്നു. താജ് ഹോട്ടൽ ആക്രമിക്കപ്പെട്ടു. ഇൻ്റർനാഷണലായിട്ട് ഏറ്റവും കൂടുതൽ പ്രശസ്തമായ ഒരു ഇന്ത്യൻ ഹോട്ടലാണ് താജ് ഹോട്ടൽ. താജ് ഹോട്ടൽ ആക്രമിക്കപ്പെട്ടു. എന്തിന്? പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പോലും ആക്രമിക്കപ്പെട്ടു. ഉന്നതരായ 3 പോലീസ് ഉദ്യോഗസ്ഥന്മാർ മരിച്ചു. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഇത് അവസാനിപ്പിക്കുവാനുള്ള ഭീകരന്മാരെ നേരിടാനുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷനിൽ സന്ദീപ് ഉണ്ണികൃഷ്ണന് ജീവൻ നഷ്ടപ്പെട്ടു. 195 പേരാണ് മുംബൈയിൽ അന്ന് കൊല്ലപ്പെട്ടത്. 327 പേർക്ക് പരിക്കേറ്റു. അന്ന് ആരാണ് ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ ഒരു നിമിഷം ചിന്തിക്കണം. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, പ്രതിരോധ മന്ത്രി AK ആൻ്റണി, ആഭ്യന്തരമന്ത്രി P ചിദംബരം, ഇവരെയെല്ലാം നിയന്ത്രിക്കുന്ന മാഡം സോണിയാജി. ഇവരായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിലെ കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രണം ഏറ്റെടുത്തിരുന്നത്. ഇനിയും മുംബൈയിലേക്ക് പോയാൽ മുംബൈയിലെ ചീഫ് മിനിസ്റ്റർ അദ്ദേഹം വിലാസ് റാവു ദേശ്മുഖ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരെല്ലാവരും അധികാരത്തിലിരുന്ന കാലഘട്ടത്തിലാണ് യാതൊരു ഭയശങ്കയും കൂടാതെ ലഷ്കർ ഇ തൈബയുടെ ഭീകരന്മാർക്ക് മുംബൈയിൽ കടന്നു വരാനും ആക്രമിക്കാനും മുംബൈ പട്ടണത്തെ വിറപ്പിച്ച് നിർത്തുവാനും കഴിഞ്ഞത് എന്ന് നമുക്ക് മറക്കാൻ കഴിയും. ഈ ലഷ്കർ തായിബയുടെ ഇന്ത്യൻ പതിപ്പാണ് ഇന്ത്യൻ മുജാഹിദിൻ്റെ മറ്റൊരു സഖ്യകക്ഷിയായ ഡെക്കാൻ മുജാഹിദ്സ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ലഷ്കർ ഇ തായിബയും ഇന്ത്യൻ മുജാഹിദും ഇന്ത്യൻ മുജാഹിദിൻ്റെ നിയന്ത്രണത്തിലുള്ള ഡെക്കാൻ മുജാഹിദും കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു അക്രമമായിരുന്നു. ഒരാളെ മാത്രം ജീവനോടെ കിട്ടി, അത് അജ്മൽ കസബിനെ ആയിരുന്നു. ആ അജ്മൽ കസബിനെ തൂക്കിലേറ്റാൻ വിധിച്ചു. പക്ഷേ അയാളുടെ ശിക്ഷ ഇളവ് ചെയ്യാൻ ധാരാളം ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് നമുക്ക് മറക്കാറായിട്ടുണ്ട്. എന്തിന്? അജ്മൽ കസബ് മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്ത്യയിൽ ആളുണ്ടായിരുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അജ്മൽ കസബിനെ ശിക്ഷ കുറച്ച് വിടുതൽ ചെയ്യാൻ ശ്രമിച്ചവരും അജ്മൽ കസബിനെ പ്രാർത്ഥിച്ചവരും ഇന്നും ഭാരതത്തിലുണ്ട്. പക്ഷെ അവർക്ക് തലപൊക്കാൻ കഴിയാത്തത്
നരേന്ദ്രമോദി എന്നൊരു പ്രധാനമന്ത്രി ഇന്ദ്രപ്രസ്ഥത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ മറക്കരുത്. ഇന്നലെ മുംബൈയിൽ നടന്നു, നാളെ ചെന്നൈയിൽ നടക്കും, മറ്റന്നാളിലെ കൊച്ചിയിലും നടന്നുകൂടെ? നടക്കില്ല. കാരണം പ്രധാനമന്ത്രിയുടെ കസേരയിൽ മോദിയുണ്ട് എന്ന് മാത്രമല്ല, 2014 മുതൽ 2025 വരെയുള്ളൊരു കാലയളവിൽ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തെ അടിമുടി മാറ്റിയെടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം 2025 മെയ് 7-ാം തീയതി നടന്ന ഓപ്പറേഷൻ സിന്ദൂറാണ്. ഓപ്പറേഷൻ സിന്ദൂറിലാണ് ലോകം തിരിച്ചറിഞ്ഞത് ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഇന്ത്യ ഏതാണ്ട് ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞു എന്നുള്ളത്. അമേരിക്ക ഞെട്ടിപ്പോയി. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം കണ്ട അമേരിക്ക ഞെട്ടിപ്പോയി. ലോകം മുഴുവൻ തരിച്ചു നിന്നു, ഇന്ത്യ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് നോക്കി. 1971 പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചപ്പോൾ നമുക്ക് റഷ്യയുടെ സഹായം ആവശ്യമായിരുന്നു. 2025 ഓപ്പറേഷൻ സിന്ദൂറിന് നമ്മൾ മറുപടി കൊടുത്തപ്പോൾ റഷ്യയുടെയോ അമേരിക്കയുടെയോ ചൈനയുടെയോ ഒരു രാജ്യത്തിൻ്റെയും സഹായം നമുക്ക് ആവശ്യമായി വന്നില്ല എന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് നരേന്ദ്രമോദി ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 1947 പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ത്യൻ പ്രതിരോധ ഇടപാടുകൾ, ആയുധ ഇടപാടുകൾ, അത് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കൊരു കടവപ്പശുവായിരുന്നു. ഏത് ആയുധം വാങ്ങിക്കുന്നതിനും കമ്മീഷൻ ഉണ്ടായിരുന്നു. അവസാനം ആ കൃത്യമായി കണക്കുകളോടെ ഈ കമ്മീഷൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത് ബൊഫോഴ്സ് തോക്ക് ഇടപാടിലാണ്. ആ പരിപാടിയെ നരേന്ദ്രമോദി നിർത്തിവെച്ചു. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അദ്ദേഹം ഉണ്ടാക്കി, DAC എന്നറിയപ്പെടും. അതിലേറ്റവും വിദഗ്ധരായ ആളുകളെ ഉൾപ്പെടുത്തി അവരെ ആയുധങ്ങൾ പരിശോധിച്ച്, ഉപകരണങ്ങൾ പരിശോധിച്ച് അവർ സർട്ടിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ആയുധ ഇടപാടിൽ ഇടപെടുകയുള്ളൂ. അതിൽ ഏറ്റവും വിദഗ്ധരായ ആളുകളെ ഉൾപ്പെടുത്തിയാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഉണ്ടാക്കിയത്. അത് അഴിമതി നടക്കാതിരിക്കാനാണ്, പ്രതിരോധ ഇടപാടുകളിൽ അഴിമതി നടക്കാതിരിക്കാനാണ് മോദി അത് ചെയ്തത്. ഇന്നിപ്പോൾ നമ്മുടെ കരസേന എടുത്തു നോക്കിയാൽ, കരസേന വികസിപ്പിച്ച നാഗ് മിസൈൽ, ആൻറ്റി ടാങ്ക് മിസൈലാണ് നാഗ് മിസൈൽ. 71 കാലഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധം നടക്കുമ്പോൾ പഞ്ചാബിൻ്റെ അതിർത്തിയിലൂടെ, പാകിസ്ഥാൻ പഞ്ചാബ് അതിർത്തിയിലൂടെ നിർബാധം പാറ്റേൺ ടാങ്കുകൾ കടന്നു വന്നതും ഇന്ത്യക്ക് അതിനെ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നാഗ് മിസൈൽ ലോകത്തിലെ ഏറ്റവും മികച്ച ആൻറ്റി ടാങ്ക് മിസൈലാണ്. വളരെ ദീർഘമായ ഒരു കര അതിർത്തിയാണ് നമുക്കും ചൈനയ്ക്കും പാകിസ്ഥാനും ഇടയിൽ ഉള്ളത്. ഈ അതിർത്തിയിൽ നമ്മൾ ഉപയോഗിക്കുവാൻ വേണ്ടി വികസിപ്പിച്ച ഏറ്റവും ആധുനികമായ സംവിധാനമാണ് ELNIT, ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് സംവിധാനം. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനം ഒരു മിലിറ്ററി ടക്കിൽ ഘടിപ്പിച്ച യന്ത്ര സംവിധാനത്തിലൂടെ മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ മിസൈലുകളെ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്കൊന്ന് വിക്ഷേപിക്കാൻ കഴിയും. ഏത് അതിർത്തിയിൽ വെച്ച്, അതിർത്തിയിൽ ഏത് ഭാഗത്ത് വെച്ച് നമുക്ക് മിസൈലുകൾ വിക്ഷേപിക്കുവാൻ കഴിയും. ഇന്ത്യൻ അതിർത്തി, കര അതിർത്തിയിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തം നമ്മൾ നടത്തിയത് ഇതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൈ മൊബിലിറ്റി വെഹിക്കിൾ നമ്മൾ വികസിപ്പിച്ചെടുത്തു. ദുർഗമമായ ഹിമാലയൻ മലനിരകളിൽ ഏത് സ്ഥലത്തും സൈനികരെയും ആയുധങ്ങളും ഉപകരണവും കൊണ്ടു ചെല്ലുവാൻ കഴിയുന്ന ഏറ്റവും അത്യന്താധുനികമായ സംവിധാനമുള്ള ട്രക്കുകളാണ് ഹൈ മൊബിലിറ്റി വെഹിക്കിൾ. അത് ഇന്ത്യ വികസിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യ ചൈന അതിർത്തിയിലായാലും ശരി, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലായാലും ശരി, എവിടെയും എത്തിച്ചേരാൻ കഴിയുന്ന വളരെ ആധുനികമായ സംവിധാനമുള്ള ട്രക്കുകളാണത്. നാവികസേനയും അടിമുടി മാറിക്കഴിഞ്ഞു. നമ്മൾ 1971 ഒരു വിക്രാന്തിനെ മാത്രമാണ് നമ്മൾ ആശ്രയിച്ചത്. ഇന്നത് മാറിക്കഴിഞ്ഞു. 20,000 ടണ്ണിൽ കൂടുതൽ ഭാരം വഹിക്കുവാൻ കഴിയുന്ന ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കുകളുള്ള ആധുനികമായ ആംബിഫിയസ് കപ്പലുകൾ ഇന്ത്യൻ കരസേന വികസിപ്പിച്ചു കഴിഞ്ഞു, സ്വന്തമാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ നാവികസേനയുടെ കൈവശമുള്ള മാരക പ്രകരശേഷിയുള്ള ടോർപിഡോകൾ, സബ്മറൈനുകൾ. മറക്കരുത്, 2004-നും 2014-നും ഇടയ്ക്ക് മാസത്തിലൊരു സബ്മറൈനിൽ പൊട്ടിത്തെറി വരുമായിരുന്നു. കാരണം പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലാതിരുന്നത് കൊണ്ട്. അന്ന് നമ്മുടെ ആൻ്റണി ജി ആയിരുന്നു പ്രതിരോധ മന്ത്രി. അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തെ ഗവൺമെൻറ് സംവിധാനം മുഴുവൻ താറുമാറായി കിടക്കുകയായിരുന്നു.
അദ്ദേഹം ഇത് പുതുക്കാനോ ആയുധ ഇടപാടുകൾക്ക് മുതിരാതോ ഇരുന്നതിൻ്റെ കാര്യം തൊട്ടുപോയാൽ മഹാത്മാഗാന്ധി കമ്മീഷനും അയക്കും. അത് തൻ്റെ സൽപ്പേരിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് പാവം ആൻ്റണി ഇത്തരം ഇടപാടുകൾക്ക് തുനിഞ്ഞിറങ്ങിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ നമ്മുടെ വ്യോമസേന, കരസേനയ്ക്കും നാവികസേനയ്ക്കും ഒപ്പം ഏറ്റവും അധികം വികസനം എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വ്യോമസേനയിലാണ്. റഫേൽ യുദ്ധവിമാനം വന്നതോടുകൂടി ഇന്ത്യൻ വ്യോമസേന ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ റഫേൽ യുദ്ധവിമാനം വാങ്ങിച്ചതിൻ്റെ പേരിലാണ് ചൗക്കിദാർ ചോർഹെ എന്ന് നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി വിളിച്ചത് എന്ന് നമുക്ക് മറക്കാൻ കഴിയും. ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ വ്യോമസേന ആണ് നമ്മുടെ ഇന്ത്യൻ വ്യോമസേന, ഇന്ത്യൻ എയർഫോഴ്സ്. അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും കരുത്തുറ്റ വ്യോമസേന ഇന്ത്യൻ വ്യോമസേനയാണ്. ചൈന 4ാമത്തെ സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു. നിസ്സാര കാര്യമാണോ ഇത് എന്ന് ആലോചിച്ച് നോക്കണ്ടേ? അപ്പം നമ്മുടെ ആയുധങ്ങൾ ഇപ്പം തന്നെ നമ്മൾ ഏറ്റവും അടുത്ത സമയത്ത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഘട്ടത്തിൽ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒന്നാണ് CRTLS എന്ന് പറയുന്നത്, കൊളാബറേറ്റീവ് ലോങ് റേഞ്ച് ടാർഗറ്റ് സാച്ചുറേഷൻ സിസ്റ്റം. ഈ സിസ്റ്റമുള്ള ഡ്രോണുകളാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ലക്ഷ്യം സ്വയം കണ്ടെത്തുവാനും കണ്ടെത്തിയ ലക്ഷ്യത്തെ പ്രഹരിക്കുവാനും കഴിയുന്ന ഡ്രോണുകൾ, അതാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തത്. അതുപോലെ തന്നെ നമ്മൾ വികസിപ്പിച്ചെടുത്ത കാമിയോകാസി ഡ്രോണുകൾ. ഈ കാമിയോകാസി ഡ്രോണുകൾ ലക്ഷ്യം സ്വയം കണ്ടെത്തും എന്ന് മാത്രമല്ല, ലക്ഷ്യസ്ഥാനത്തെത്തി അക്രമം നടത്തിയതിനു ശേഷം അത് അവിടെ നശിച്ചു വീഴുകയും ചെയ്യും. ഏതാണ്ടൊരു പാകിസ്ഥാൻ്റെ ആത്മഹത്യാ സ്ക്വാഡ് പോലെയാണ്. ആത്മഹത്യാ സ്ക്വാഡിലെ ഭീകരന്മാർ സ്വയം ജീവൻ എടുക്കേണ്ടി വരും. ഇത് അതിന് പകരം അതിൻ്റെ ഈ കൃത്യം നിർവഹിക്കുന്ന ഒരു ഡ്രോണാണ്. ഈ ഡ്രോണാണ് ലക്ഷ്യം കണ്ടെത്തുന്നതും ആ ലക്ഷ്യം തകർക്കുന്നതും അതോടുകൂടി തൻ്റെ ദൗത്യം അവസാനിപ്പിച്ച് ആ ഡ്രോണിൻ്റെ ജീവിതം അവിടെ അവസാനിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രതിരോധ സേനയെ നവീകരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും അധികം നരേന്ദ്രമോദി പ്രാധാന്യം കൊടുത്തത് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ആയുധങ്ങൾക്കാണ്. ലോകത്തിലെ ഏത് ആയുധത്തെക്കാളും മെച്ചമായ ആയുധങ്ങൾ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർക്ക് വികസിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് തദ്ദേശീയമായി ഇതിനെയെല്ലാം വികസിപ്പിച്ചത്. തദ്ദേശീയമായിട്ട് അദ്ദേഹം വികസിപ്പിച്ച, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിന്റെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ വികസിപ്പിച്ച സുദർശന ചക്ര നമ്മൾ ആദ്യം കാണുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണ്. അതൊരു ബങ്കർ ബസ്റ്റർ മിസൈലായിട്ട് മാറുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ സുദർശന ചക്രയുടെ പ്രഹരശേഷി എന്താണ് എന്ന് ഇന്നും ലോകം തിരിച്ചറിഞ്ഞിട്ടില്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സുദർശന ചക്ര മുതൽ ഇങ്ങേ അറ്റം ഭാരതത്തിൻ്റെ ശ്വാനസേനയെ വരെ തദ്ദേശീയമായി വികസിപ്പിക്കുവാൻ ആവശ്യമായ നിർദ്ദേശമാണ് മോദിജി കൊടുത്തത്. എനിക്ക് ഇവിടെ ഓർമ്മ വരുന്നത്, അടുത്ത സമയത്ത് ഞാൻ വായിച്ചൊരു ലേഖനത്തിൽ കണ്ടത്, ഇന്ത്യൻ മിലിറ്ററിയുടെ കയ്യിലുള്ള ശ്വാനന്മാർ, അവർ ജർമ്മൻ ഷെപ്പേഡോ അതല്ലെങ്കിൽ ലാബ്രഡോർ, അതുമല്ലെങ്കിൽ മെൽജിയൻ മെലോയിസ് എന്ന് പറയുന്ന വിഭാഗങ്ങളിൽപ്പെട്ട വിദേശ ബ്രീഡുകളിൽപ്പെട്ട ശ്വാനന്മാരായിരുന്നു, പട്ടികളായിരുന്നു. മണം പിടിക്കാനും പ്രതിയോഗികളെ കണ്ടെത്താനും ആക്രമിക്കാനും നദി കടന്നുള്ള ഓപ്പറേഷൻസ് നടത്താനും ഹെലികോപ്റ്ററിൽ പട്ടാളക്കാർക്കൊപ്പം പോയി മിലിറ്ററി ഓപ്പറേഷൻസ് നടത്താനും ഒക്കെ പ്രത്യേക പരിശീലനം കിട്ടിയ നായകളാണ് ഈ വിദേശ ഇനത്തിൽപ്പെട്ട ഈ നായകൾ. നരേന്ദ്രമോദിജി നമ്മുടെ പ്രതിരോധ സേനയോട് ചോദിച്ചത്, എന്തുകൊണ്ട് നല്ല ഇനത്തിൽപ്പെട്ട ഇന്ത്യൻ നായ്ക്കളെ പരിശീലിപ്പിച്ചുകൂടാ? അത് ഇന്ത്യൻ നായകൾ നല്ല ഇനത്തിൽപ്പെട്ടത് കിട്ടത്തില്ലേ? പരിശീലിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ശ്വാന സേനയിലെ പട്ടാളക്കാരെ സഹായിക്കാനുള്ള ശ്വാനന്മാരുടെ ആ വിഭാഗത്തിലെ റാംപൂർ ഹൗണ്ട് എന്ന് പറയുന്ന, ഇന്ത്യയിലെ റാംപൂരിലെ നവാബുമാർ ഉപയോഗിച്ചിരുന്ന പട്ടിയാണ്. വളരെയധികം മിടുക്കൻ്റെ, വളരെ കൃത്യമായി നല്ല ഘ്രാണശേഷിയുള്ള അക്രമാസക്തമായ നായകളാണ് ഈ റാംപൂർ ഹൗണ്ട് എന്ന് പറയുന്നത്. ഇത്തരം റാംപൂർ ഹൗണ്ടുകളെ പരിശീലിപ്പിച്ചു. അതുപോലെ തന്നെ മഡ്ഹോൾ ഹൗണ്ട്. ഈ മഡ്ഹോൾ ഹൗണ്ട് എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയിലുള്ള പ്രത്യേകതരം നായകളാണ്. ആ നായകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ശരീരം വളരെ ഒതുങ്ങിയതാണ്. അതുകൊണ്ട് അത് വേഗം അതിന് സഞ്ചരിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് നായകൾക്കൊന്നുമില്ലാത്ത അസാധാരണമായ ദൂരക്കാഴ്ച ഉള്ള നായ വിഭാഗത്തിൽപ്പെട്ടാണ്, നായ ബ്രീഡിൽപ്പെട്ടതാണ് ഈ മഡ്ഹോൾ ഹൗണ്ട്. ഇതോടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പരിപൂർണമായി ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിൽ ഏറ്റവും ആധുനികമായ മിസൈൽ തൊട്ട് ശ്വാനന്മാർ വരെ
ഇന്ത്യയുടെ തനതായ ഉൽപ്പന്നങ്ങളായി മാറിയിരിക്കുന്നു. അത് എന്ത് മാറ്റമാണ് ഇന്ത്യയിലുണ്ടായത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ആത്മനിർഭർ ഭാരത് എന്ന് നരേന്ദ്രമോദിജി പറഞ്ഞപ്പോൾ ഇന്ത്യൻ പ്രതിരോധ സംവിധാനമടക്കം ഭാരതം മുഴുവൻ മാറ്റത്തിന് വിധേയമാകുകയാണ്. ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് ഗരീബി ഹഠാവോ പോലെ ആളിനെ പറ്റിക്കാനുള്ളൊരു പരിപാടിയല്ല എന്ന് ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിലിരുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിക്കും സഹോദരി പ്രിയങ്ക ഗാന്ധിക്കും കാശ്മീരിൽ യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ പോകുവാനും മഞ്ഞു വാരി കളിക്കുവാനും കഴിഞ്ഞത്. കോൺഗ്രസ്സുകാരെ ഈ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കരുത്. സത്യം സത്യസന്ധമായി തന്നെ അവർ തിരിച്ചറിയാൻ കഴിയണം. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ അന്തസ്സിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരടക്കമുള്ള എല്ലാ ഇന്ത്യക്കാർക്കും സുഖമായി ഉറങ്ങാം. മോദിജി ഇന്ദ്രപ്രസ്ഥത്തിലുണ്ട്, അതിർത്തിയിൽ നമ്മുടെ സൈന്യങ്ങളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.